വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. 320 രൂപയാണ് കുറഞ്ഞത്. 4 ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില വെള്ളിയാഴ്ച പവന് 400 രൂപ വർദ്ധിച്ചിരുന്നു. 53,440 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 40 രൂപയാണ് കുറഞ്ഞത്. 6,680 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. 20 ദിവസത്തിനിടെ ഏകദേശം 3000 രൂപ വർദ്ധിച്ച് കഴിഞ്ഞ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരമായ 53,720 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു. തുടർന്ന് ഏറിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 360 രൂപ കുറഞ്ഞ ശേഷം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിലാണ് വെള്ളിയാഴ്ച വർധന ഉണ്ടായത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ക്യാൻസർ ചികിത്സയെ സാരമായി ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. കഡിൽസ് ഫൗണ്ടേഷന്റെ ഫുഡ് ഹീൽസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പ്രതിവർഷം ഏതാണ്ട് 76,000 കുട്ടികളാണ് പുതിയതായി രോഗനിർണയം നടത്തുന്നത്. ഇതിൽ 51 മുതൽ 67% കുട്ടികളിലും പോഷകാഹാരക്കുറവ് കണ്ടെത്തുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കുട്ടികളിലെ വ്യാപകമായ പോഷകാഹാരക്കുറവ് ക്യാൻസർ ചെറുക്കാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുത്തുന്നു. ഇത് സങ്കീർണതകൾ വർദ്ധിപ്പിക്കുകയും അണുബാധയ്ക്കും മികച്ച ചികിത്സാഫലം ലഭിക്കുന്നത് തടയാനും കാരണമാകും. ഫലപ്രദമായി ക്യാൻസർ ചികിത്സയ്ക്ക് പോഷകാഹാരക്കുറവ് ഒരു പ്രധാന തടസ്സമായി തുടരുന്നു. രാജ്യത്ത് ക്യാൻസർ ബാധിതരായ ആയിരക്കണക്കിന് കുട്ടികളുടെ അതിജീവന തിരക്കും ജീവിത നിലവാരവും പോഷകമില്ലായ്മ കാരണം വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതുതായി രോഗനിർണയം നടത്തുന്ന ഓരോ പീഡിയാട്രിക് ക്യാൻസർ രോഗികളിലും 65% കുട്ടികൾക്കും ദിവസേന ആവശ്യമായ കലോറിയുടെയും പ്രോട്ടീന്റെയും അളവിൽ പകുതിയിൽ താഴെ മാത്രമാണ് ലഭ്യമാകുന്നത്. ഇത് ക്യാൻസർ ചികിത്സയെ നേരിടാൻ മതിയാകില്ല. വിശപ്പില്ലായ്മ, ദാരിദ്ര്യം, വിദ്യാഭ്യാസമില്ലായ്മയുമൊക്കെ കുട്ടികളിലെ ഈ പോഷകാഹാരക്കുറവിലേക്ക് നയിക്കുന്നുണ്ട്. ഇത്തരം കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ആരംഭിക്കുന്നത് ബുദ്ധിമുട്ടും വെല്ലുവിളിയും നിറഞ്ഞതാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികളിൽ രോഗനിർണയം മുതൽ വീണ്ടെടുക്കൽ വരെയുള്ള ക്യാൻസർ ചികിത്സയുടെ എല്ലാ ഘട്ടങ്ങളിലും പോഷകാഹാര പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത. ഞായറാഴ്ച 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ബംഗാൾ ഉൾക്കടലിലും മുകളിലായാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തിങ്കളാഴ്ചയോടെ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ബംഗ്ലാദേശ് തീരത്തിന് സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള 3-4 ദിവസങ്ങളിൽ പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങിയേക്കും. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 6 ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതമനുഭവിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA നറുക്കെടുപ്പ് നടത്തി കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. തുടർന്നുള്ള സമ്മാനങ്ങൾ KPCC അംഗം ഷോൺ പെല്ലിശ്ശേരി, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VO ഫൈലപ്പൻ, UDF കൺവീനർ OS ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, കൊരട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ, ജോബി തങ്കപ്പൻ, ശ്രീലക്ഷ്മി, KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആനന്ദു VR, രാജീവ് വാലപ്പൻ എന്നിവർ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ റിൻഡോസ് കണ്ണമ്പുഴ, സച്ചിൻ രാജ്, അരുൺ വർഗീസ് ചാലക്കുടി, ജോമി നാലുകെട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ NP പ്രവീൺ, സോനു ജോൺസൺ, സൂരജ് സുകുമാരൻ, ജെയ്ഫൻ മാനാടൻ എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ VO ഫൈലപ്പൻ അവരെ ഏറെ സന്തോഷിക്കുന്നു. രണ്ടാം സമ്മാനം 4 കിലോ പോത്ത്, 4 കിലോ ബീഫ്, പോർക്ക്, 4 കിലോ ചിക്കൻ. രണ്ടാം സമ്മാനം അടക്കമായിട്ടുള്ളത് 1760 രഞ്ജിത്ത് അഷ്ടമിച്ചിറ. രഞ്ജിത്ത് അഷ്ടമിച്ചിറ 1760.
ഈ മൂന്നാം സമ്മാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് UDF-ന്റെ കൺവീനർ OS ചന്ദ്രനവരുടെ ഏറെ സ്നേഹത്തോട് ക്ഷണിച്ചിരിക്കുന്നു. മൂന്നാം സമ്മാനം 3 കിലോ ചിക്കൻ, 3 കിലോ ബീഫ്, 3 കിലോ പോർക്ക്. മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് ശിവദാസ് KK 2862 2862 കാതിക്കുളം കാടുകുറ്റി മണ്ഡലത്തിലെ പ്രവീണ മണ്ഡലത്തിലെ ശിവദാസൻ നമ്മുടെ നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണെന്നല്ലേ. അവനാണ് കിട്ടിപ്പോകുന്നത് 2862. നാലാം സമ്മാനം 2 കിലോ ചിക്കൻ, 2 കിലോ പോർക്ക്, 2 കിലോ ബീഫ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ NCCയുടെ മെമ്പറായിട്ടുള്ള ഷോൺ പല്ലിശ്ശേരി അവരുടെ ഏറെ സഹകരണം ക്ഷണിക്കുന്നു. റിബിൻ സെബാസ്റ്റ്യൻ മേലൂര് 1437 റിബിൻ സെബാസ്റ്റ്യൻ മേലൂര് കോച്ചേരി ഹൗസ് 1437. അഞ്ചാം സമ്മാനമാണ്. 5ാം സമ്മാനം 2 കിലോ ബീഫ്, 2 കിലോ പോർക്ക്. ഇതെടുക്കുന്നതിന് വേണ്ടി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫി ഫ്രാൻസിസിനെ സഹകരണം ക്ഷണിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ കോടശ്ശേരി കുറ്റിച്ചിറ പറഞ്ഞത് കിട്ടിയിട്ടുള്ളൂ. 3901 റിബിൻ കുറ്റിച്ചിറ. റിബിൻ 3901 റിബിൻ കുറ്റിച്ചിറ. കഴിഞ്ഞാൽ 10 സമ്മാനങ്ങളുണ്ട്. 10 സമ്മാനം. ഇനി 6ാം സമ്മാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് പ്രഭാഷണ സംസ്ഥാന അതിന്റെ ഭാഗമായി 1-2 നമ്മൾ ചരിത്ര സംഘടനയാണ് ഈ തെരഞ്ഞെടുപ്പ്. 2 ലക്ഷം രൂപ ആയിരിക്കാം 2 ലക്ഷം കൊടുത്ത് ഇത് കുറഞ്ഞുപോയ കോൺഗ്രസിന്റെ നിയോജകമണ്ഡല ഫിഷന്റെ കാര്യങ്ങളെല്ലാം സദസ്സിൽ പറഞ്ഞതിന് ദീർഘമായി പറയുന്നില്ല. വേറെ മീറ്റിങ്ങുകളോടുകൂടി ഔപചാരികമായി എന്നെ കത്തെടുക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് നാം എല്ലാം കണ്ടുകഴിഞ്ഞതാണ്. അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് കൃത്യമായ യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളുമായി കടന്നു പോവുകയും വ്യക്തമായ നിലപാടുകളുമായി ആ വയനാട് ജനതയ്ക്ക് വലിയൊരു താങ്ങായി നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരുണ്ടെങ്കിൽ അതിന്റെ പേര് യൂത്ത് കോൺഗ്രസ് എന്നായിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൊണ്ടത്തിൽ പൊതുസമൂഹത്തോട് വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. കേരള സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. KN ഭരതൻ മുഖ്യപ്രഭാഷണം നടത്തി. വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ രാഗി സുരേഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ബീന രവീന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ വിമൽ കുമാർ, വാർഡംഗങ്ങളായ ഡെയ്സി ഫ്രാൻസിസ്, ലിജി അനിൽകുമാർ, സീമ പത്മനാഭൻ, ഡാലി ജോയ്, ജാക്സൺ വർഗീസ് എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനി C ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VR രേഷ്മയും മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ രഞ്ജിത്ത് പയ്യും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും സൗജന്യ BP, ഷുഗർ, ഹീമോഗ്ലോബിൻ പരിശോധനകളും യോഗ പരിശീലനവും നൽകി.
ആരോഗ്യകരമായ ജീവിതം നയിക്കുന്ന ഒരു ജനതയാണ് ഒരു നാടിൻ്റെ സമ്പത്ത്. ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും നല്ല രീതിയിൽ കണക്ഷൻ ചെയ്യുന്ന ആശുപത്രി സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ നല്ലൊരു ടീം നമുക്കുണ്ട്. ആയുഷ് മിഷൻ്റെ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിലൊക്കെ ചെയ്യാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പേര് മനസ്സിലോട്ട് ഈ യോഗ വയോജന മെഡിക്കൽ ക്യാമ്പാണ് നടത്തുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു. 5 വാർഡുകളിലേക്കും വാർഡിനെ സംബന്ധിച്ച് കുറച്ച് ദൂരെയാണ്. 13, 12, 11, 10 വാർഡുകളിലൊക്കെ ആശമാരി മുഖേന നമ്മൾ അറിയിപ്പ് കൊടുത്തു. എന്തുകൊണ്ടോ ആളുകൾ എത്തിച്ചേർന്നില്ല വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ഇന്ന് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നമ്മൾ 60 വയസ്സിന് മുമ്പ് ആരോഗ്യമുള്ളപ്പോൾ നല്ല രീതിയിലൊക്കെ ജോലി ചെയ്ത് തിരക്ക് പിടിച്ച് നമ്മൾ ഓടും. തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ ഇടയിൽ നേരായ വെള്ളം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ മോളിൽ നിന്ന് ഒട്ടും സുഖകരമായി തോന്നിയില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ എങ്കിൽ അത് തുടരാമെന്നായിരിച്ചത്. ആദ്യത്തെ കാര്യം എന്നെ ഈ ഇത്തരം ഒരു പ്രോഗ്രാമിന് ഇതിൽ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോ ഞാൻ എൻ്റെ ഒരു മേഖല മറ്റൊക്കെ ആലോചിച്ച് വളരെ കുറച്ച് ആലോചിച്ചിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു എനിക്ക് കിട്ടിയൊരു അവസരമാണ്. അതായത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. ആ കൂടെ നമുക്ക് കുറച്ച് അസുഖങ്ങളുമൊക്കെ കൂടെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഷുഗർ, ഡയബറ്റിസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, പിന്നെ കൂടുതലായിട്ട് കൊളസ്ട്രോൾ കണ്ടുവരുന്ന അവസ്ഥ, പിന്നെ ക്യാൻസർ ഒക്കെ ഈ പ്രായത്തിൽ നമുക്ക് കാണാം. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അലർജികളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് പീനട്ട് അലർജി. ഇത് ശരീരത്തിൽ മാരക പ്രതികരണങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിലക്കടല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ 5 വയസ്സുവരെ കുട്ടികളുടെ ഭക്ഷണക്രമത്തിൽ പതിവായി ഉൾപ്പെടുത്തുന്നത് കൗമാരപ്രായത്തിൽ അവർക്ക് പീനട്ട് അലർജി ഉണ്ടാവാനുള്ള സാധ്യത 71% വരെ കുറയ്ക്കാനാകുമെന്ന് പുതിയ പഠനം തെളിയിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് നടത്തിയ പഠനത്തിൽ പീനട്ട് അലർജിയുടെ ദീർഘകാല പ്രതിരോധം ആദ്യകാലത്തുള്ള നിലക്കടല ഉപഭോഗത്തിലൂടെ മറികടക്കാനാകുമെന്ന് വ്യക്തമാക്കുന്നു. കൃത്യമായ മാർഗനിർദ്ദേശം അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ പതിവായി നിലക്കടല ചേർക്കുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള പയറുവർഗത്തോടുള്ള സംവേദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 5 വയസ്സിന് ശേഷം വർഷങ്ങളോളം നിലക്കടല കഴിച്ചില്ലെങ്കിൽ പോലും ആദ്യകാലത്തുണ്ടാകുന്ന ഈ സംരക്ഷണം കുട്ടികളിൽ നിലനിൽക്കുമെന്നും പഠനത്തിൽ പറയുന്നു. 13 വയസ്സുവരെ പ്രായമായ 508 കുട്ടികളാണ് പഠനത്തിന്റെ ഭാഗമായത്. ഇതിൽ പകുതി കുട്ടികളും തങ്ങളുടെ ശൈശവ പ്രായം മുതൽ 5 വയസ്സുവരെ ഭക്ഷണക്രമത്തിൽ നിലക്കടല ഉൾപ്പെടുത്തിയിരുന്നവരും മറുപക്ഷം തങ്ങളുടെ 5 വയസ്സുവരെ നിലക്കടല ഉപയോഗിക്കാത്തവരുമായിരുന്നു. ഇതിൽ 5 വയസ്സുവരെ നിലക്കടല ഉപയോഗിച്ച കുട്ടികളിൽ 81% വരെ പീനട്ട് അലർജി സാധ്യത കുറഞ്ഞതായി പഠനം കണ്ടെത്തി. NEJM എവിഡൻസ് ജേർണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മുന്നൂർപിള്ളിയിൽ സുഹൃത്തിന്റെ വീട്ടിൽ രഘു എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. ഏഴാറ്റുമുഖം അമ്പാട്ടുവീട്ടിൽ 36 വയസ്സുള്ള അരുൺകുമാർ, താബൂർ അരനാട്ടുകരക്കാരൻ വീട്ടിൽ 40 വയസ്സുള്ള ജിനേഷ്, കൊരട്ടി അടിച്ചിലി കിലുക്കൻ വീട്ടിൽ 33 വയസ്സുള്ള സിവിൻ എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സതീഷ് എന്നയാളും കൂട്ടാളികളും രഘുവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചതിനു ശേഷം രഘുവിന്റെ സുഹൃത്തായ സുജിത്തിന്റെ വീടിന് സമീപം ഇറക്കിവിടുകയായിരുന്നു. സുജിത്തിന്റെ വീട്ടിൽ വെച്ചാണ് മരണപ്പെട്ടത്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഡിവൈഎസ്പി TR രാജേഷ്, ഇൻസ്പെക്ടർ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. ദേശീയപാത അങ്കമാലി ആലുവ റോഡിൽ വാപ്പാലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് മീഡിയയിൽ ഇടിച്ചുകയറി. ശനിയാഴ്ച രാവിലെ 9:30 അപകടം. മുനമ്പം പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
AIYF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ കട്ടനും പാട്ടും ജനകീയ തട്ടുകട ചാലക്കുടിക്കാരെ ഏറ്റുവാങ്ങി. കുറ്റിച്ചിറ ഹൈന്ദവ നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവം ഭക്തിസാന്ദ്രമായി. മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി രക്തദാനത്തിന് വൻ പിന്തുണ. പങ്കാളികളായ താരങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരങ്ങൾ. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ക്യാൻസർ ചികിത്സയെ സാരമായി ബാധിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.